അടുത്തായിട്ട് മൊഡ്യൂൾ 5 ഈ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ഇത് ജൂൺ 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇത് സീരിയലൈസബിൾ ഓർ നോട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. 3 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 3 ട്രാൻസാക്ഷൻ ചെയ്താൽ ഏതൊക്കെയാണ് T1, T2 ആൻഡ് T3. നമുക്ക് ആദ്യത്തെ വാല്യൂ ഏതാ നോക്കാം. R3 ഓഫ് y ആണ്. 3 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും തേർഡ് ട്രാൻസാക്ഷൻ, R3 ഓഫ് y. സെക്കൻഡ് വണ് R3 ഓഫ് Z, അതും തേർഡ് ട്രാൻസാക്ഷനാണ്. അടുത്തത് വന്നത് R1 ഓഫ് x, അടുത്തത് W1 ഓഫ് x, അടുത്തത് വരുന്നത് W3 ഓഫ് y, അടുത്തത് W3 ഓഫ് Z, അടുത്തത് R2 ഓഫ് Z, നെക്സ്റ്റ് R1 ഓഫ് y, W1 ഓഫ് y, R2 ഓഫ് y, W2 ഓഫ് y, R2 ഓഫ് x, W2 ഓഫ് x. ഇനി നമുക്കിത് നോക്കേണ്ടത് സീരിയലൈസബിൾ ഓർ നോട്ട് എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞു സീരിയലൈസബിൾ ആണെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും കോൺഫ്ലിക്റ്റ് വരാനുള്ളത്. അതായത് റീഡും റൈറ്റും കോൺഫ്ലിക്റ്റാണ്, റൈറ്റും കോൺഫ്ലിക്റ്റാണ്, റീഡും കോൺഫ്ലിക്റ്റാണ്. റൈറ്റിന് 2 എണ്ണം വരുന്നുണ്ട്, റീഡിന് 1 എണ്ണം. ഇതൊക്കെയാണ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക. ഫസ്റ്റ് വരുന്ന ഏതാ, R3 ഓഫ് y. ഇതിന് കോൺഫ്ലിക്റ്റായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ ഇതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടോയെന്ന് നോക്കിയാൽ, കോൺഫ്ലിക്റ്റിംഗ് പേഴ്സ് മനസ്സിലായല്ലോ. റീഡ് ഇത് വന്നാൽ ബോത്ത് കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ കോൺഫ്ലിക്റ്റിംഗ് പെയറും, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കോൺഫ്ലിക്റ്റിംഗ് പെയറും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം നോക്കുക. R3 ഓഫ് y ഏതെങ്കിലും കോൺഫ്ലിക്റ്റിംഗ് ഉണ്ടോ R3 ഓഫ് yക്ക്? ഇവിടെ നോക്കുക. R2ൽ നോക്കുക. R3ക്ക് റീഡിന് കോൺഫ്ലിക്റ്റിംഗ് റൈറ്റ് ഓഫ് y എവിടെയെങ്കിലും ഉണ്ടോ? W ഓഫ് y ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. എന്താ, R3 ഓഫ് yയും W2 ഓഫ് yയും കോൺഫ്ലിക്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 3 എണ്ണം എന്തൊക്കെയുള്ള T1, T2, T3 വരച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി, R3യും W2ഉം അതായത് T3യും T2ഉം കോൺഫ്ലിക്റ്റിംഗ് ആണ് അല്ല. T3ന്ന് T2വിലേക്ക്. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ ഇങ്ങനെ മാർക്ക് T3ന്ന് T2വിലേക്ക്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അടുത്ത് എന്താ വരിക, R3 ഓഫ് Z. അപ്പോൾ ഈ T3 ട്രാൻസാക്ഷൻ നോക്കുക. അടുത്ത ട്രാൻസാക്ഷനടുത്ത് R3 ഓഫ് Zന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള W ഓഫ് Z ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം അത് വിടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞു, സെക്കൻഡും നോക്കിക്കഴിഞ്ഞു. തേർഡ് നോക്കുക. തേർഡ് ഏതാ, R1 ഓഫ് Xന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് W ഓഫ് X എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. W2 ഓഫ് X ഉണ്ടല്ലോ. അപ്പോൾ അത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുക എന്താ, R1 ഓഫ് X, W2 ഓഫ് X. അപ്പം ഏത് ട്രാൻസാക്ഷൻ വന്നു, T1 ടു T2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, T1ന്ന് T2വിലേക്ക് ആരോ വരയ്ക്കുക. അടുത്ത നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ചെയ്തു, R1 ഓഫ് X എഴുതി. ഇനി റൈറ്റ് ഓപ്പറേഷൻ W1 ഓഫ് X വരുമ്പോൾ എന്ത് നോക്കണം, റൈറ്റ് ഉണ്ടോ നോക്കുക. അപ്പം W ഓഫ് X ഉണ്ടോ, വേറെ ഇല്ല. ഇനി റൈറ്റിന് റീഡ് ഉണ്ടോ നോക്കുക. റീഡ് ഓഫ് X ഉണ്ടോ, വേറെ ഇല്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് നോക്കുക, W3 ഓഫ് y വീണ്ടും അതുപോലെ. അതായത് റൈറ്റിന് റൈറ്റ് ഉണ്ടോ, കോൺഫ്ലിക്റ്റിങ് ഉണ്ടോ, ഉണ്ട്. അപ്പം W3 ഓഫ് y ടു ഇവിടെ W1 ഓഫ് y അല്ലേ. അപ്പം അത് എന്താ, T3 ടു T1 നമ്മൾ വരയ്ക്കുക. T3ന്ന് T1ലേക്ക്. ഓക്കെ, T3 ടു T1 വരയ്ക്കുക. അപ്പോൾ W3 കഴിഞ്ഞു. അടുത്ത് നമ്മൾ വരുന്ന ഏതാണ്, W3 കഴിഞ്ഞാൽ W3 ഓഫ് y കഴിഞ്ഞ് കഴിഞ്ഞാൽ R2 ഓഫ് Z ആണ്. അല്ല, W3 ഓഫ് Z ആണ്. W3 ഓഫ് Z വരുമ്പോൾ സെയിം Wൻ്റെ R ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. W3 ഓഫ് Z R2 ഓഫ് Z ഉണ്ട്. അപ്പോൾ അത് എഴുതുക. W3 ഓഫ് Zന് എന്തുണ്ട്,
R2 ഓഫീസിലുണ്ട്. കോൺഫ്ലിക്റ്റിംഗ് ആണ്. 3 to 2 ആണ്. 3 to 2 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അടുത്ത നോക്കുക, അടുത്ത എന്ത് വരും? R2. അപ്പോൾ ഇത് കഴിഞ്ഞു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുക. R2 ഓഫീസിൽ നിന്ന് കോൺഫ്ലിക്റ്റിംഗ് ഉണ്ടോ? R2 ഓഫീസിൽ നിന്ന് R ഓഫീസിൽ ഇല്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ R1 ഓഫ് ഐ കോൺഫ്ലിക്റ്റിംഗ് വേറെ ഒന്നുമില്ലല്ലോ, അപ്പോൾ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ വരച്ച ഗ്രാഫ് സൈക്ലിക് ആണോ നോക്കി. സൈക്ലിക് ആണോ? അല്ലല്ലോ. ഇത് ലൂപ്പും ഇല്ല, നോ ലൂപ്പും നോ സൈക്കിളും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ഇപ്പം T1 T2 T3 ഇങ്ങനെ കിടക്കുമെന്ന് എഴുതിക്കോ. ഇങ്ങനെ വന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ വന്ന ഒരു സൈക്ലിക് ഫോമാണല്ലോ. പിന്നെ ഇങ്ങനെയും കൂടെ ഒന്നും കൂടെ വരുമോ? അപ്പം ഇത് ഇങ്ങോട്ടാണ് വരുന്നത്. നേരെ തിരിച്ചും വരുവാണെങ്കിൽ ഇതൊരു ലൂപ്പ് ഫോം ചെയ്താൽ T1 to T2 കാണും, T2 to T1 കാണും. ഇങ്ങനെ വരുവാണെങ്കിൽ ലൂപ്പ് ഫോം ചെയ്യുന്ന അർത്ഥം. അതുണ്ടോ നോക്കുക. അപ്പോൾ ലൂപ്പും ഇല്ല, സൈക്കിളും ഇല്ല. അപ്പോൾ എന്താ? ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ആൻഡ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം ഇത്രയും ചെയ്താൽ മതി.